അവക്കാഡോ ധാരാളം ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിനകത്ത് നിറച്ച് ഫാറ്റാണ്, പക്ഷെ നല്ല ഫാറ്റാണ്. ഈ നല്ല ഫാറ്റ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കുറയുകയും നല്ല കൊളസ്ട്രോൾ കൂടുകയും ഹാർട്ടിന് അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രതിരോധശക്തി കൂട്ടും. അതുപോലെ കണ്ണിന് വളരെ നല്ലതാണ്, ഡൈജഷന് വളരെ നല്ലതാണ്, ദഹനം പ്രോപ്പറായിട്ട് നടക്കും. ഇതിൻ്റെ അകത്ത് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി തടയാനായിട്ട് പറ്റും. ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, അതുപോലെ തന്നെ പൊട്ടാസ്യം, ഫോളേറ്റ്, മെഗ്നീഷ്യം തുടങ്ങിയ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. ഇത് പല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. സാലഡ്സിൽ ആഡ് ചെയ്ത് കഴിക്കാം, സാൻഡ്വിച്ച് ആയിട്ട് കഴിക്കാം. ചിലർ വെറുതെ ഇത് സ്കൂപ്പായിട്ട് കോരി തിന്നാറുണ്ട്, സ്മൂത്തിയിൽ ആഡ് ചെയ്യാറുണ്ട്, ജ്യൂസിൽ ആഡ് ചെയ്യാറുണ്ട്. ഗോക്കമോളി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഗോക്കമോളി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. ഉള്ളിയും സവാളയും മുളകും മല്ലിയിലയും ലെമണിൻ്റെ നീരും അതുപോലെ ഉപ്പും ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ചിക്കൻ്റെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലൊരു ഡിഷാണ് ഇത്. ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ലഭിക്കും. പക്ഷേ എന്ന് പറഞ്ഞ് അവക്കാഡോ കുട്ടമ്പായി കഴിച്ചതുപോലെ മൊത്തമായി കഴിക്കരുത്. കുരു വിട്ടിട്ട് വേണം കഴിക്കാൻ, അത് മറക്കാതിരിക്കുക.